നമ്മള് വെറും ഉണ്ടാക്കാൻ മാത്രമാണ് അവന്റെ വിചാരം. ബന്ധങ്ങളൊക്കെ നോക്കിയിട്ടൊന്നും കാര്യമല്ല. കനക കനക അറിഞ്ഞൂടാ എന്റെ സ്വഭാവം ചെയ്തില്ല. എവിടെ കനകനോടെ ഏട്ടന് ഓഫീസിൽ പോയി. ഓഫീസിലൊന്നും ഇല്ല, അതിനകത്ത് ഇരിക്കണം. അവനെ വിളിച്ച് ഇറക്കി കൊണ്ട് ഇറങ്ങാൻ പറ. അതെ അവനുണ്ടോ ഇവിടെ ഇല്ലയോ അത് എനിക്കത് അറിയണം ആദ്യം. അവനുണ്ടോ അവനോട് തിരിച്ച് സംസാരിക്കണം. ഓഫീസിൽ പോയി ക്ലീറ്റോ ചേട്ടാ. മനസ്സിലായില്ലേ? അവൻ ഓഫീസിലില്ല. മോനുണ്ടല്ലോ കളിച്ച് കളിച്ച് എന്റെ നെഞ്ചത്ത് കയറിയാണ് ഇപ്പൊ കളിക്കുന്നത്. ആ കളി അത്ര നല്ലതല്ല. നമ്മ അവനോട് പറഞ്ഞുതരാം. അവനെ നിന്റെ കങ്ങളാ അവൻ വന്ന് ഞങ്ങളുടെ പാർട്ടി ഓഫീസിലെ ഫ്യൂസ് ഊരിയിരിക്കുന്നു. എന്താ എന്താ അമ്മാവൻ അത്രേ ഉള്ളൂ. അത് നിസ്സാരമായിരിക്കും. എന്റെ അണിയുടെ മുമ്പിൽ ഞാൻ തല കുനിച്ചെന്നത് എനിക്കറിയാവും. അണിയുടെ മുമ്പിൽ തല കുനിക്കാതിരിക്കണമെങ്കിൽ കറക്റ്റ് സമയത്ത് കറണ്ട് ബില്ല് അടയ്ക്കണം. എന്റെ അമ്മ കറണ്ടിന് പൈസ അടയ്ക്കാൻ പോയി അവനോട് 100 വട്ടം പറഞ്ഞ് എന്നിട്ട് അവൻ കേൾക്കാതെയാണ് ഫ്യൂസ് ഊരിക്കുന്നത്. അത് എന്നോടല്ല വാശി കൊണ്ടാണ്. എന്റെ പൊന്ന് ക്ലീറ്റസ് നിന്നോട് അവൻ എന്തോന്ന് വാശി. അങ്ങനെ പൈസ അടയ്ക്കാന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഊരാതെ പാടുണ്ടോ? അതെ അവൻ എന്നോട് വൈരാഗ്യം മാത്രമേ ഉള്ളൂ. എന്നെ എങ്ങനെയൊക്കെ കൊച്ചാക്കാൻ പറ്റും അങ്ങനെയൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് വർത്താനം ക്ലീറ്റോ ചേട്ടാ ഈ പറയണത്? ഏട്ടന്റെ ഡ്യൂട്ടി ആയിരിക്കും ചെയ്തത്. അയ്യാ നീ ഡ്യൂട്ടിയുടെ കാര്യമൊന്നും പറയണ്ട. എന്റെ പിള്ളേരുണ്ടല്ലോ എന്റെ പിള്ളേര് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയതാ. പക്ഷെ അവര് എന്റെ മുഖം നോക്കി എന്റെ അളിയനാണ് എന്നുള്ള ഒറ്റ പരിഗണനയിലാണ് അവർ മിണ്ടാകുന്നത്. ഈ 3 പേരല്ല എന്റെ അണികള്. അമ്മ അത് ഇളിക്കല്ല നീർക്കോലി അടിച്ചാലും മതി താഴെ മുടങ്ങാൻ. അല്ല നീ ഇപ്പൊ എന്ത് ചെയ്യുന്ന പറയുന്നത്? ചെയ്യണത് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചേക്കാണ്. അതിന് നിങ്ങൾ ആര് പറഞ്ഞാലും ക്ലീറ്റ് ചെയ്യാനുള്ളത് ചെയ്യും. നീ ഒരു ചുക്കും ചെയ്യില്ല. അമ്മാവാ 24 മണിക്കൂറിനകം യവനെ ഇവിടെ നിന്ന് ഞാൻ തൂത്തുവാരി കേരളത്തിന്റെ അങ്ങേറ്റത്ത് എറിഞ്ഞില്ലെങ്കിൽ നോക്കിക്കോ. അമ്മാവാ കാസർഗോഡ് കുമ്പള എന്നൊരു സ്ഥലം അറിയാമോ? വയനാട്ടിൽ മുത്തങ്ങ അറിയോ? അവിടേക്ക് നീ സ്ഥലം മാറ്റും. ഇനിയിപ്പോ എല്ലാരും കൂടെ വാരിക്കെട്ടി കുടുംബമായിട്ട് അങ്ങോട്ട് പോവാ കേട്ടോ. നിനക്ക് ഇവിടെ താമസിക്കാം. ആണെങ്കിൽ എന്റെ കനകനെ നീ ഒന്ന് സ്ഥലം മാറ്റി. അങ്ങനെ നീ സ്ഥലം മാറ്റിയ നിന്റെ മുമ്പിൽ ഈ അഴകേശം മൊട്ടടിക്കും. അങ്ങനെയാണെങ്കിൽ അതേ അമ്മാവനോട് ഞാൻ പറയാണ് ഇവനെ സ്ഥലം മാറ്റിയില്ല എങ്കിൽ എന്റെ ഈ മീശയുടെ പകുതി ഞാൻ എടുക്കും. വിളിക്കുന്നില്ലേ പകുതി നീച്ചെടുത്തവന്റെ മോന്തൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുണ്ടല്ലോ അവനെ ആരെങ്കിലും പറഞ്ഞ് വിലക്കിയില്ലെങ്കിൽ ദോഷമുള്ളൂ. വേറെ വലിയ ദോഷങ്ങളുണ്ടോ കേട്ടാ. അളിയനെന്നൊക്കെ ഞാൻ മറക്കും അളിയനാണെന്നുള്ളതൊക്കെ. നീയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. നല്ലൊരു പാപ്പാനെ കിട്ടും ഇതിന് തളയ്ക്കാൻ. അമ്മാവന് ഇതിനെ എരുതിയിലോട്ട് എണ്ണ ഒഴിക്കാൻ പോകണം. അല്ല അവൻ കാണിക്കുന്ന പൊട്ടത്തരത്തിന് പിന്നെ എന്താ പറയാ? അത് ഇച്ചിരി മിണ്ടാതിരുന്നാ മാറിക്കോളൂല്ലേ? അവന് മിണ്ടാതിരുന്നൂടെ? ആവശ്യമില്ലാത്തതിനൊക്കെ അവനിങ്ങനെ സംസാരിച്ചോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവന് മര്യാദക്ക് നിർത്തിക്കോ. പോയി എന്റെ കനകന്റെ തഞ്ഞത്ത അവന്റെ കളി. ഞാൻ എന്താ വേണ്ടത്? ഞാൻ വല്ല വഴുകി ഞാൻ ഇറങ്ങി പോകും. ഒരു സമാധാനവും തരൂലല്ലോ അതേ വീട്ടില്. പെണ്ണ് കിടന്ന് വിഷമിക്കുകയാണ് അതിനെ കാരണം. എനിക്ക് ഈ തോർത്തോണ്ട് അതിങ്ങന്നാണ്. നീ ഇങ്ങോട്ട് മാറിക്കേ. 4-3-7 തുണിയുണ്ട്. എനിക്കിത് അലക്കിട്ട് വേറെ പണിയുണ്ട്. വേണ്ട ഇതിപ്പോ അലക്കി തരാം. 5 മിനിറ്റ്. നീ കഴുകിയ വെളുക്കൂലെന്ന്. ഈ പെണ്ണിന് എന്തായിരിക്കോ? അമ്മ ഇതൊക്കെ ഞാൻ പഠിക്കണ്ടേ? ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോ ഇതൊക്കെ അറിഞ്ഞുണ്ടെങ്കിൽ നാണക്കേടാണ്. 5 വർഷം കഴിയുമ്പോ നീ എന്ത് ചെയ്യും? കെട്ടൂലേ? കെട്ടും. നിന്നെ കെട്ടിയിടുമാറും കൊണ്ട് കെട്ട്. എന്നാ ഇങ്ങനെയല്ല നല്ലോണം സോപ്പ് തേക്കടി കൊച്ച. എന്നാ പിന്നെ നാത്തൂനെ തേക്ക് മതി. നാത്തൂനെ ഓ ഒന്നങ്ങോട്ട് വന്നേ. എന്തുറ്റി? നാത്തൂന് ഇപ്പൊ സമാധാനമായല്ല. ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞ പോലെ എന്നെ പണി പറ്റിച്ച്. ചേട്ടന് പിന്നെ സ്ഥലം മാറ്റി. ആര് പറഞ്ഞു? അവർ രണ്ടുപേരും വന്നിട്ടുണ്ട്. നാത്തൂനെ അങ്ങോട്ട് വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു. വാ. ദൈവം തമ്പുരാനേ.